യെസ്, അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഫോൺ എന്ന് പറയപ്പെടുന്ന സ്മാർട്ട് ഫോണാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. 20 ലക്ഷത്തിന് മുകളിൽ ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ AnTuTu സ്കോർ വന്നിരിക്കുന്ന ഈ ഒരു സ്മാർട്ട് ഫോണാണ് ഐക്യൂയുടെ ഏറ്റവും പുതിയ iQOO 12. ഈ ഒരു ബ്ലാക്ക് ബോക്സിനാണ് നമ്മുടെ ഫോൺ വരുന്നത്. ഇപ്രാവശ്യവും ഐക്യൂയുടെ പ്രീമിയം പാർട്ണർ BMW മോട്ടോർസ്പോർട്ട് ആണ്. അപ്പോൾ അതിന്റെ ആ ഒരു ലോഗോയും പിന്നെ മോട്ടോർസ്പോർട്ട് ഒക്കെ എഴുതിയിട്ടുണ്ട്. ബോക്സിനകത്ത് iQOO 12 അതിലിടാൻ പറ്റുന്ന ഒരു TPU കേസ്, ഐക്യൂവും BMW ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു കാറിന്റെ ഒരു ഫോട്ടോ പതിപ്പിച്ച കാർഡ്, അതിന്റെ അടിയിൽ സിം ടൂൾ, കുറച്ച് ഡോക്യുമെന്റേഷൻസ്, പിന്നെ Type-C to Type-C കേബിളും 120 വാട്ടിന്റെ പവർ ഡെലിവറി ചാർജറും. iQOO എന്നടാ പണി വെച്ചിരിക്കുക ക്യാമറ മോഡ്യൂൾ, ഭയങ്കര എനോർമസ് ആയിട്ടുള്ള ഒരു ക്യാമറ മോഡ്യൂളാണ്. എൻ്റെ കയ്യിലുള്ളത് ബ്ലാക്ക് വേരിയന്റ് ആണ്. അത് പുറകിൽ ഇങ്ങനെ മാറ്റ് ഫിനിഷ് ഉള്ള ഒരു AG ഗ്ലാസ്സിൽ വരുന്നത്. കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ വഴുതി പോകുന്ന ടൈപ്പ് സ്ലിപ്പറിയാണ്. ഒരു വേരിയന്റും കൂടി ഉണ്ട്, BMW മോട്ടോർസ്പോർട്ട് ഒക്കെ ഇവിടെ അടിച്ചിട്ടുള്ള വെള്ള കളർ. അതിന്റെ പുറകെ മാറ്റ് അല്ല കേട്ടോ, അത് കുറച്ചുകൂടി ഗ്ലോസി ഫിനിഷാണ്. സോ ലുക്കിന്റെ കാര്യത്തിൽ ഫോൺ ഒറ്റ നോട്ടത്തിൽ ആര് കണ്ടു കഴിഞ്ഞാലും ഒന്ന് ശ്രദ്ധിക്കും. യെസ്, ഈ ഒരു എനോർമസ് ആയിട്ടുള്ള ക്യാമറ മോഡ്യൂളും അതിന്റെ ചുറ്റും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരു ചെറിയ ഇങ്ങനെ ഗ്രില്ലല്ല, എന്താ പറയുക, ഇങ്ങനെ സ്ട്രൈപ്പ് പോലത്തെ ഒരു ചുറ്റും ഒരു ഫ്രെയിം പോലെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 3 ക്യാമറാസ് അവിടെ കാണാം. ഇവിടെ ആയിട്ടൊരു ഫ്ലാഷ് ഉണ്ട്, ഇവിടെ ഐക്യൂയുടെ ലോഗോ ഉണ്ട്. പക്ഷെ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ടോട്ടലി ഫ്ലാറ്റ് ആണ്. ഐഫോൺസിലൊക്കെ കാണുന്ന പോലെ ഒരു ടോട്ടലി ഫ്ലാറ്റ് ഫ്രെയിമാണ് വന്നിരിക്കുന്നത്. ബൈ ദ വേ പുറകിലായിട്ട് 100x ടെലി ലെൻസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഈ 100x ടെലി ലെൻസിന്റെ സത്യാവസ്ഥ ഞാൻ കാണിച്ചു തരാം. എന്തായാലും ഫോൺ അത്യാവശ്യം ഹെവിയാണ്, ഒരു 200 ഗ്രാംസോളം വരുന്നുണ്ട്. പക്ഷേ ഭയങ്കര തിന്നാണ്. 8.1 മില്ലിമീറ്റർ മാത്രമാണ് ഫ്രെയിമിന്റെ തിക്ക് നമ്മൾ ക്യാമറ മൊഡ്യൂൾ ഒഴിവാക്കുകയാണെങ്കിൽ. റൈറ്റ് സൈഡിലായിട്ട് വോളിയം ബട്ടണും പവർ ബട്ടണും ഉണ്ട്. താഴെയായിട്ട് നിങ്ങൾക്ക് സ്പീക്കർ ഗ്രില്ല്, Type-C പോർട്ട്, മൈക്രോഫോൺ, അതേപോലെ സിം ട്രേ, 2 നാനോ സിമ്മാണ് ഇടാൻ പറ്റുന്നത്. മൈക്രോ SD കാർഡ് ഇട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഒന്നും തന്നെ ഇല്ല. മുകളിലായിട്ട് നിങ്ങൾക്ക് സെക്കൻഡറി സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. യെസ്, സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇതിനകത്തുണ്ട്. സെക്കൻഡറി മൈക്രോഫോൺ, പിന്നെ IR ബ്ലാസ്റ്റർ. ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല, ഇപ്പോഴത്തെ മാർക്കറ്റിൽ നമ്മൾ കൊടുക്കുന്ന കാശിന് മുതൽ എന്ന് പറയാൻ പറ്റുന്ന ഒരേ ഒരു ത്രിവം മാത്രമേ ഉണ്ടാവുള്ളൂ. ശരിക്കും സ്നാപ്ഡ്രാഗൺ 8 Gen 3 പ്രോസർ 20 ലക്ഷത്തിന് മുകളിലാണ് AnTuTu സ്കോർ തരുന്നത്. അതായത് കഴിഞ്ഞ വർഷത്തെ 8 Gen 2 എന്തിനത് ഈ കിടക്കുന്ന നമ്മുടെ S23 Ultra വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പോലും അതിൽ കൂടുതൽ പെർഫോമൻസ് കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും S24 Ultra വന്നു കഴിഞ്ഞിട്ടേ അറിയാൻ പറ്റുള്ളൂ എന്താണ് അവസ്ഥ എന്ന്. പക്ഷേ ഇത് ഒരു ഗെയിമിംഗ് സെൻട്രിക് ഫോണാണ്. 20 ലക്ഷം വരാനുള്ള വേറെ കുറച്ച് കാരണങ്ങൾ എന്ന് പറയുന്നത് ഇതിനകത്തുള്ള റാം ആണ്. ഇത് 16 GB റാം വേരിയന്റ് ആണ്. LPDDR5X റാം ആണ്, പ്ലസ് ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള UFS 4.0 സ്റ്റോറേജ്. അതായത് 4 നാനോമീറ്ററിന്റെ 8 Gen 3 ചിപ്സെറ്റും LPDDR5X റാമും അതേപോലെ UFS 4.0 സ്റ്റോറേജും കൂടി iQOO നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇത്ര ഒരു സ്കോർ വരുന്നത്. പക്ഷേ ഇത്ര പവർഫുൾ ചിപ്സെറ്റ് ആയതുകൊണ്ട് തന്നെ ഹീറ്റിംഗ് ഒരുപാട് എന്തായാലും വരും. കാരണം ഏതൊരു പ്രോസറും ഹെവി ഡ്യൂട്ടി ടാസ്ക് ചെയ്യുമ്പോൾ ഹീറ്റ് ആവും. ആൻഡ് ആ ഒരു ഹീറ്റ് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്ത് കൂളിംഗ് കാര്യങ്ങളെല്ലാം കൊടുക്കേണ്ടത്. iPhone 15 സീരീസിന് പറ്റിയൊരു പ്രശ്നം അതാണ്, അവർ കൂളിംഗിലായിരുന്നു കോംപ്രമൈസ് വരുത്തിയിരുന്നത്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും പുതിയ വേപ്പർ ചേമ്പർ കൂളിംഗ് കുറച്ചുകൂടെ സർഫസ് ഏരിയ കൂട്ടിയത് കൊടുത്തിട്ടുണ്ട്. പ്രൈമർലി ഫോൺ കിട്ടിയ സമയത്ത് തന്നെ AnTuTuയുടെ ബെഞ്ച് മാർക്ക് എടുത്ത സമയത്ത് അത്യാവശ്യം ബെഞ്ച് മാർക്ക് റണ്ണായി അവസാനിക്കുന്ന സമയത്ത് ബാക്കിലായിട്ട് വാംത്ത് തോന്നി. പക്ഷേ കാര്യമായിട്ടുള്ള ഹീറ്റിംഗ് അല്ല, ചെറിയൊരു വാംത്ത് മാത്രം. ഡെഫിനറ്റ്ലി ഹൈ ടാസ്കുകളൊക്കെ ചെയ്യുമ്പോൾ, ഹൈ ലോഡിലുള്ള ടാസ്ക് ചെയ്യുമ്പോൾ എന്തായാലും വാംത്ത് വരും. എന്നാൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് യാതൊരു ലാഗോ സ്റ്റട്ടറോ ഗ്ലിച്ചോ അങ്ങനെ ഒന്നും തന്നെ ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. ഈവൻ AnTuTu സ്കോറൊക്കെ കണ്ടിന്യൂസ്ലി നമ്മൾ റൺ ചെയ്തതിന് ശേഷം ആ ഒരു ചൂടായിരിക്കുന്ന സമയത്ത്, വാംത്തുള്ള സമയത്ത് ഫോൺ യൂസ് ചെയ്യുമ്പോഴും ഇങ്ങനത്തെ ലാഗിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി ഗെയിം കളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിനകത്ത് BGMI ഉണ്ടല്ലോ, Ultra HDR അൾട്രാ ഫ്രെയിംസ് പെർ സെക്കൻഡ് ഇട്ട് കളിക്കാൻ പറ്റും. എന്ന് മാത്രമല്ല സ്മൂത്തിൽ ഇടുമെങ്കിൽ 90 FPS കളിക്കാം. ഇൻസ്റ്റാൾ ചെയ്ത് ഡയറക്ട്ലി 90 FPS കളിക്കാം. പിന്നീട് അപ്ഡേറ്റിനൊന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. BGMI മാത്രമല്ല Call of Duty ട്രൈ ചെയ്തു. എന്തിനും വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള നെറ്റ്ഫ്ലിക്സ് ഈ അടുത്ത് വീണ്ടും പുറത്തിറങ്ങിയ നമ്മുടെ Vice City വരെയും ഞാൻ ഇതിനകത്ത് കളിച്ചു നോക്കി. അതൊരു പ്രശ്നമില്ല, സ്മൂത്ത് ആയിട്ടുള്ള ഗെയിം പ്ലേ. പിന്നെ ഇപ്രാവശ്യം അവർ ഗെയിമിങ്ങിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, കഴിഞ്ഞ പ്രാവശ്യം ക്യാമറയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി Vivo V1 ചിപ്സെറ്റ് എന്ന് ഇറക്കിയില്ല, ഡെഡിക്കേറ്റഡ്. അതേപോലെ ഇതിനകത്ത് പ്രോസർ കൂടാതെ ഡെഡിക്കേറ്റഡ് ആയിട്ട് Q1 ചിപ്സെറ്റ് ഇറക്കിയിട്ടുണ്ട്. സോ Q1 ചിപ്സെറ്റിന്റെ ഒരു ആവശ്യം അല്ലെങ്കിൽ ആ ഒരു Q1 ചിപ്സെറ്റ് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ചില ഗെയിമുകളിൽ ഓക്കെ നമ്മൾക്ക് ഇപ്പോൾ BGMI നമ്മൾ കളിക്കുവാണ്, 90 FPS മോഡിലാണെങ്കിൽ 90 FPS കിട്ടുള്ളൂ. പക്ഷേ ഇതിനകത്ത് ഗെയിം ഫ്രെയിം ഇന്റർപോളേഷൻ എന്ന് പറയുന്ന സൈഡ് ബാറിൽ നിന്ന് ഓൺ ആക്കി കഴിഞ്ഞാൽ ഈ Q1 ചിപ്സെറ്റിന്റെ സഹായത്തോടു കൂടി 90യെ 144 Hz അതായത് 144 FPS മാറ്റും. അതായത് ഈ ഒരു 90 FPS ഇടയിൽ വേറെ എക്സ്ട്രാ അഡീഷണൽ ഫ്രെയിം ഈ ചിപ്സെറ്റ് ആഡ് ചെയ്തിട്ടാണ് നമുക്ക് 144 Hz ഒരു പ്ലേ ബാക്ക് തരുന്നത്. ഇനി 144 Hz റിഫ്രഷ് റേറ്റിന്റെ കാര്യം മാത്രമല്ല, ചില റെസൊല്യൂഷൻ കുറഞ്ഞ ഗെയിമുകളും അതേപോലെ നോർമൽ റെസൊല്യൂഷനുള്ള ഗെയിമുകളും നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല റെസൊല്യൂഷനിലേക്ക് ആക്കാനായിട്ടും ഈ ഒരു ചിപ്സെറ്റ് സഹായിക്കുന്നുണ്ട്. സോ ഞാൻ ഗെയിം ഫ്രെയിം ഇന്റർപോളേഷൻ വെച്ച് PUBG കളിച്ചു നോക്കി, ഹീറ്റൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കളിക്കാനായിട്ട് പറ്റുന്നുണ്ട്. പ്ലസ് Call of Duty കളിച്ചു നോക്കി, അതിനകത്ത് ഈ ഒരു ഗെയിം ഫ്രെയിം ഇന്റർപോളേഷൻ കണ്ടില്ല. പക്ഷേ സൂപ്പർ റെസൊല്യൂഷൻ ഇരിപ്പുണ്ടായി.
സോ സൂപ്പർ റെസൊല്യൂഷൻ ഇട്ട് ഞാൻ അതും കളിച്ചു നോക്കി. യാതൊരു പ്രശ്നവുമില്ല. ഗെയിമിങ്ങിന് കണ്ണും പൂട്ടി മേടിക്കാൻ പറ്റും. ആൻഡ് ഗെയിം കളിക്കുന്ന സമയത്ത് ഒരു 4D വൈബ്രേഷൻ എന്ന് പറയുന്ന സാധനം ഓണാക്കാം. ഫോൺ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നിങ്ങൾ നോട്ടീസ് ചെയ്യാൻ പോകുന്ന കാര്യം എഴുതി വെച്ചോ, ആ ഒരു ജിമെയിലൊക്കെ ടൈപ്പ് ചെയ്യുന്ന സമയത്തുള്ള ഹാപ്റ്റിക്സ് ആണ്. ഡെഡിക്കേറ്റഡ് ഹാപ്റ്റിക് മോട്ടർ ഇതിനകത്തുണ്ട്. നല്ല റിഫൈൻഡ് ആയിട്ടുള്ളൊരു മോട്ടറാണ്, അത് ഫീൽ ചെയ്യും. സോ 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഗെയിമിൽ തരണമെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിനകത്തുള്ള ഡിസ്പ്ലേയും 144 ഹെർട്സ് സപ്പോർട്ട് ചെയ്യണം. 6.78 ഇഞ്ചിന്റെ 144 ഹെർട്സ് വരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു LTPO 1.5K AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഇതൊരു 10-bit HDR+ ഡിസ്പ്ലേ ആണ്. ആൻഡ് LTPO ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 1 ഹെർട്സ് തൊട്ട് 120 ഹെർട്സ് വരെ വേരിയബിൾ ആയിട്ട് റിഫ്രഷ് ആവും. സോ ഞാൻ FPS മീറ്റർ ഇട്ട് നോക്കുവാണെങ്കിൽ ചുമ്മാ ലോക്ക് സ്ക്രീനിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് 1 ഹെർട്സ് കാണാം. അതേപോലെ മെനുവിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ 30 ആവും, ചിലപ്പോൾ 60 ആവും. 120 ഹെർട്സ് വരെ നോർമൽ ആപ്ലിക്കേഷൻസിലൊക്കെ പോകും. ഈ ഒരു ഗെയിം ഫ്രെയിം ഇന്റർപോളേഷൻ ഓണാക്കി കളിക്കുന്ന ഗെയിമുകളിൽ 144 ഹെർട്സ് വരെയും പോകുന്നുണ്ട്. ആൻഡ് സൈഡിലെ ബെസൽസ് നല്ല തിന്നാണ്, ചെറിയൊരു ചിഹ്നുണ്ട്. സോ ബാക്കിയുള്ളതെല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. മുകളിലായിട്ടൊരു പഞ്ച് ഹോൾ ഉണ്ട്. ഇനി ഡിസ്പ്ലേനെ കുറിച്ച് ഒരു കാര്യം ക്ലാരിഫൈ ചെയ്യാനുണ്ട്. IQ പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് നിലവിൽ മേടിക്കാൻ കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും ബ്രൈറ്റസ്റ്റ് ഡിസ്പ്ലേ ആണെന്നാണ്. അതായത് 3000 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ്. ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം 3000 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ ചുമ്മാ വെയിലിന്റെ അടിയിൽ പോയിട്ട് ഈ ഒരു ഫോൺ കാണുമ്പോൾ വരുന്നതല്ല പീക്ക് ബ്രൈറ്റ്നസ്, അത് ഹൈ ബ്രൈറ്റ്നസ് ആണ്. HBM എന്ന് പറയും. അത് 1400 നിറ്റ്സ് ആണ്. ആൻഡ് 1400 നിറ്റ്സ് അത്യാവശ്യം ബ്രൈറ്റ് ആയതുകൊണ്ട് തന്നെ ഔട്ട്ഡോറിൽ സൺലൈറ്റിൽ വിസിബിലിറ്റി യാതൊരു പ്രശ്നമില്ല. ആൻഡ് ഇൻഡോറിൽ പിന്നെ പറയേണ്ട ആവശ്യമേ ഇല്ല, നല്ല വിസിബിലിറ്റി ഉണ്ട്. നിങ്ങൾ HDR കോണ്ടന്റുകൾ ആസ്വദിക്കുന്ന സമയത്ത് ലോക്കലൈസ്ഡ് ആയിട്ട് ചില സ്ഥലങ്ങളിൽ ബ്രൈറ്റ്നസ് കൂട്ടുകയും ഈ ഒരു ബ്ലാക്ക് കുറയ്ക്കുക അങ്ങനെ മെഷർ ചെയ്യില്ല. അങ്ങനത്തെ സമയങ്ങളിൽ മാക്സിമം 3000 നിറ്റ്സ് വരെ ഈ ഒരു ഡിസ്പ്ലേക്ക് പോകാനായിട്ട് പറ്റും. സോ അതാണ് ആ ഒരു 3000 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ്. അതേപോലെ ഇതിനകത്ത് പൾസ് വിത്ത് മോഡുലേഷൻ ഡിമ്മിങ് അഥവാ PWD ഡിമ്മിങ് കൊടുത്തിട്ടുണ്ട്. ഫ്ലിക്കറിംഗ് ഒക്കെ കുറവായിരിക്കും. യെസ്, ഐ സ്ട്രെയിൻ അധികം വരില്ല. ഇത്തരത്തിലുള്ള ഒരു സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ലൗഡ് ആണ്. പക്ഷേ ഞാൻ ഫേസ് ചെയ്ത ഒരു പ്രശ്നം എന്ന് പറയുന്നത് സ്റ്റീരിയോ സ്പീക്കേഴ്സിന്റെ പൊസിഷനിങ് ഉണ്ടല്ലോ. ഈ ഒരു പ്രൈമറി സ്പീക്കർ നമ്മൾ ഇങ്ങനെ പിടിക്കുവാണെങ്കിൽ മുകളിലും സെക്കൻഡറി സ്പീക്കർ താഴെയായിട്ടാണ്. സോ ഇങ്ങനെ നിങ്ങൾ പിടിച്ച് എന്തെങ്കിലും കാണുവാണെങ്കിൽ ഈ കൈ സെക്കൻഡറി സ്പീക്കർ മൂടും. ഇല്ലെങ്കിൽ നമ്മൾ തിരിച്ചു വെച്ചാണെങ്കിൽ ഈ ഒരു കൈ, നമ്മുടെ ഏത് കൈയാണോ അത് സെക്കൻഡറി സ്പീക്കർ അല്ലെങ്കിൽ പ്രൈമറി സ്പീക്കറിനെ മൂടും. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പിടിച്ച് കോണ്ടന്റ് കാണേണ്ടി വരും. അത് മാത്രമാണ് എനിക്ക് സ്പീക്കറിൽ തോന്നിയിട്ടുള്ളത്. അല്ലാത്ത രീതിയിൽ നല്ലൊരു ലൗഡ് ആയിട്ടുള്ള സ്പീക്കർ. ഇനി നമുക്ക് ആൻഡ്രോയിഡ് 14ലാണ് ഇത് ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നത്. അവരുടെ ഏറ്റവും പുതിയ ഫൺ ടച്ച് OS 14. IQ 3 വർഷത്തെ OS അപ്ഡേറ്റും 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫൺ ടച്ച് OSൽ ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇപ്പം നിങ്ങളൊരു യൂട്യൂബ് കാണുന്ന വ്യക്തിയാണ്, പക്ഷേ യൂട്യൂബ് പ്രീമിയം എടുത്തിട്ടില്ല. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടുകളൊക്കെ പ്ലേ ചെയ്യണമെങ്കിൽ ജസ്റ്റ് യൂട്യൂബിൽ ഏതെങ്കിലും ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു പാട്ട് പ്ലേ ചെയ്തിട്ട് സൈഡ് ബാർ ഒരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു സൈഡ് ബാറിൽ ഏറ്റവും ആദ്യം കണ്ടോ ബാക്ക്ഗ്രൗണ്ട് പ്ലേ എന്ന് കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് യൂട്യൂബ് പ്രീമിയം എടുക്കാതെ തന്നെ യൂട്യൂബിലുള്ള വീഡിയോസിൻ്റെ ഓഡിയോ മാത്രമായിട്ട് കേൾക്കാൻ പറ്റും. പിന്നെ IQ അനൗൺസ് ചെയ്ത സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ഹോട്ട് ആപ്സും ഹോട്ട് ഗെയിംസും ഇല്ല. ശരിയാണ്, ഔട്ട് ഓഫ് ദ ബോക്സ് നിങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഹോട്ട് ആപ്സും ഹോട്ട് ഗെയിംസും കാണില്ല. പക്ഷേ ഫോൺ ബൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും ആദ്യം അവർ ഹൈലൈറ്റ് ചെയ്യുന്നത് നമ്മുടെ V App സ്റ്റോറിനെയാണ്. നിങ്ങൾ V App സ്റ്റോർ ഒന്ന് തൊട്ട് കണ്ടിന്യൂ എന്ന് അറിയാതെ അമർത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു ഹോട്ട് ആപ്സും ഹോട്ട് ഗെയിംസും നിങ്ങളുടെ ഹോം സ്ക്രീനിലേക്ക് വീണ്ടും വന്ന് കിടക്കും. സോ ബേസിക്കലി ഹോട്ട് ആപ്സും ഹോട്ട് ഗെയിംസും ഈ ഒരു ഫോണിൽ ഇല്ല എന്നല്ല, ആ ഒരു ഐക്കൺ ഫ്രണ്ടിൽ കാണിക്കുന്നില്ല എന്ന് മാത്രം. അതിങ്ങനെ അറിയാതെ നിങ്ങൾ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് ഓണാക്കി പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും V App സ്റ്റോറിൽ പോയിട്ട് മാനേജിൽ സെറ്റിംഗ്സ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ക്രിയേറ്റ് ഹോട്ട് ആപ്സ് ആൻഡ് ഹോട്ട് ഗെയിംസ് ഓഫ് ആക്കി ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് അത് ഹോം സ്ക്രീനിൽ കാണില്ല. പിന്നെ കുറേ അധികം ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ റീസെൻറ്റ് സ്ക്രീനിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു റീസെൻറ്റ് ആപ്സ് കാണിക്കുന്ന ഒരു വിധവും, അതേപോലെ ഇപ്പോൾ ഫോട്ടോയുടെ നമുക്ക് ഇപ്പോൾ സപ്പോസ് ചില സൈറ്റിലൊക്കെ നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അവർ പറയില്ല ഇത്ര സൈസിന് താഴെയുള്ള ഫോട്ടോ മാത്രമേ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു ഫോട്ടോ ഇങ്ങനെ എടുത്തിട്ട് എഡിറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ റെസല്യൂഷൻ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇമേജ് ക്വാളിറ്റിയിൽ ഹയസ്റ്റ് ലോവസ്റ്റ് എന്നുണ്ട്. ഇപ്പോൾ ലോവസ്റ്റിൽ ഇട്ട് കഴിഞ്ഞാൽ കണ്ടോ 100 KB 130 KB ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കുറയ്ക്കാം. അതേപോലെ റെസല്യൂഷൻ ഇപ്പോൾ ഭയങ്കര HD ക്വാളിറ്റിയിലുള്ളതാണെങ്കിൽ അത് 720p ആയിട്ട് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, കൂട്ടണമെങ്കിലും കൂട്ടാം. അത്തരത്തിലുള്ള പരിപാടികളൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ സ്മാർട്ട് റിമോട്ട് ഉണ്ട്, നിങ്ങൾക്ക് IR റിമോട്ട് യൂസ് ചെയ്യാം. അതേപോലെ നിങ്ങൾ സെറ്റിംഗ്സിനകത്ത് കസ്റ്റം ലോക്ക് സ്ക്രീനിലേക്ക് പോയി കഴിഞ്ഞാൽ ശരിക്കും ഒരു ഐഫോണിലൊക്കെ കാണുന്ന പോലത്തെ ഒരു കസ്റ്റമൈസേഷൻ
പരിപാടി നമ്മുടെ ലോക്ക് സ്ക്രീനിൽ കിട്ടുന്നുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ക്വിക്ക് നോട്ടിഫിക്കേഷൻ സിഗ്നേച്ചർ കിട്ടുമൊക്കെ, ഈവൻ ഈ ഒരു കോള് ക്യാമറയുടെ ഐക്കണൊക്കെ മാറ്റാനായിട്ട് പറ്റും. അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാം. ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിലും കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഏതെങ്കിലും പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ്റെ മാത്രമുള്ള വോളിയം കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് 16 GB റാം എന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് ചെയ്യാം, വീണ്ടും 16 GB + 16 GB ആക്കാം. അങ്ങനത്തെ കുറച്ച് ആൻഡ്രോയിഡ് 14-ൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങളും ഈ ഒരു ഫോണിൽ വന്നിട്ടുണ്ട്. ഇതിനകത്ത് 5000 mAh ബാറ്ററിയാണ് ആൻഡ് 120 വാട്ടിൻ്റെ PD ചാർജർ, പവർ ഡെലിവറി ചാർജറാണ് ഇൻ ദ ബോക്സ് വരുന്നത്. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് 0 to 50% ഏകദേശം 12 to 15 മിനിറ്റ്സിനുള്ളിൽ ചാർജ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ബൈ മൈ യൂസ് ഇത് എന്തായാലും ഡെഫിനറ്റ്ലി 1 day നിങ്ങൾക്ക് ലാസ്റ്റ് ചെയ്യും. പ്രത്യേകിച്ച് നിങ്ങൾ ഡാർക്ക് മോഡിലൊക്കെയാണ് ഇട്ട് യൂസ് ചെയ്യുന്നവരെങ്കിൽ 1.5 days ഷുവറായിട്ടും നിങ്ങൾക്ക് പോകും. ഗെയിമിംഗ് ഒന്നും അധികം ഹാർഡ് കോർ ആയിട്ട് ചെയ്തില്ല എങ്കിൽ, കണ്ടിന്യൂസ്ലി നിങ്ങൾ ഗെയിമിംഗ് ചെയ്യുവാണ്, ഗെയിം ഫ്രെയിം ഇൻ്റർപോളേഷൻ അതേപോലെ സൂപ്പർ റെസൊല്യൂഷൻ ബ്രൈറ്റ്നസ് ഒക്കെ കൂടുതലാണെങ്കിൽ ഒരു 6 hours 7 hours നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സോ ഈ കാണുന്ന പ്രൈമറി ക്യാമറ 50 MP ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനുള്ള ക്യാമറയാണ്. ഇത്തരത്തിലുള്ള ഫോട്ടോസ് നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും. നല്ല ഒരു ഫോട്ടോസ് തന്നെയാണ് മിക്ക സമയത്തും ഔട്ട്ഡോർസൊക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്നത്. ഇൻഡോർസ് ആയാലും അത്ര പ്രശ്നമില്ല. നൈറ്റ് ഫോട്ടോഗ്രാഫിയും അത്യാവശ്യം നല്ലതാണ്. ഫോട്ടോ എടുത്തു കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കലി ആ ഒരു ഗ്രെയിനൊക്കെ കുറയുന്നത് കാണാം. പിന്നെ ബൈ ഡിഫോൾട്ട് വരുന്നത് വിവിഡ് ഫോട്ടോസ് ആയിരിക്കും. പക്ഷേ വിവിഡ് വേണോ, ടെക്സ്റ്റേർഡ് വേണോ, നാച്ചുറൽ വേണോ എന്നുള്ള ഫിൽറ്റേഴ്സ് എല്ലാം മുകളിൽ ചൂസ് ചെയ്ത് ആ ഒരു രീതിക്ക് നല്ലത് ഏതാണ് നിങ്ങൾക്ക് തോന്നുന്നത് വെച്ചാൽ അങ്ങനെ ചെയ്യാം. അതേപോലെ കൈ ഷേക്ക് ആയിട്ടാണ് ഫോട്ടോ എടുക്കുന്നതെങ്കിൽ ഷേക്ക് റിഡക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻസ്, അതേപോലെ സ്കിൻ സ്മൂത്തനിങ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ ഇതിനകത്തുണ്ട്. അൾട്രാ വൈഡിന്റെ കാര്യം നോക്കുവാണെങ്കിൽ അൾട്രാ വൈഡ് ഒരു 50 MP ഓട്ടോ ഫോക്കസ് അൾട്രാ വൈഡ് ആണ്. പ്രൈമറി ക്യാമറയിൽ നിന്നും അൾട്രാ വൈഡിലേക്ക് വരുമ്പോൾ ചെറിയൊരു ക്വാളിറ്റി ഡിഫറൻസ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാലും ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഡിഫറൻസ് ഒന്നുമില്ല. ആൻഡ് മൂന്നാമത്തെ, നമ്മുടെ ക്യാമറ 100x എന്ന് എഴുതിയിരിക്കുന്ന ടെലിഫോട്ടോ ലെൻസ് ആക്ച്വലി 3x ഉള്ളൂ, 100x ഇല്ല. പക്ഷേ 64 MP ഒരു ടെലിഫോട്ടോ ലെൻസ് ആണ് 3x. നിങ്ങൾക്ക് 10x വരെ ചെയ്യാനായിട്ട് പറ്റും ഒപ്റ്റിക്കലി എന്നാണ് പറയുന്നത്. പക്ഷേ 100x വരെ നിങ്ങൾക്ക് സൂം ചെയ്ത് ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റും. 100x സൂം ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കാറൊക്കെയാണ് സൂം ചെയ്യുന്നതെങ്കിൽ ഒരു കാറാണെന്ന് മനസ്സിലാക്കാനൊരു ഇതുണ്ട്. പക്ഷേ ആ ഒരു നമ്പർ പ്ലേറ്റ് ഒക്കെ എന്തൊക്കെയോ വിചിത്രമായിട്ടൊക്കെയാണ് കാണുക. പിന്നെ ഹാൻഡ് ഹെൽഡ് ആസ്ട്രോ മോഡ് ഉണ്ട്. ചുമ്മാ കൈ പിടിച്ച് നിങ്ങൾക്ക് സ്കൈയുടെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റാറൊക്കെ കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ സൂപ്പർ മൂൺ. എന്തായാലും 3x എടുത്ത കുറച്ച് പോർട്രേറ്റ് സാമ്പിൾസ് കാണിച്ചു തരാം. പോർട്രേറ്റ് ഫോട്ടോ അത്യാവശ്യം നല്ലതാണ്. ഈ ഒരു 3x വെച്ചിട്ട് നിങ്ങൾക്ക് മാക്രോ ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റും. ഞാൻ 3x എടുക്കുന്ന മാക്രോ ഫോട്ടോസിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നല്ല മാക്രോ ഫോട്ടോസ് ആണ്. ഐ മീൻ ഒരു ഫോണിൽ നിന്നും എടുത്ത മാക്രോ ഫോട്ടോ ആണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പല ഷോട്ടുകളും വരുന്നുണ്ട്. അതേപോലെ ബാക്ക് ക്യാമറയിൽ നിങ്ങൾക്ക് സ്റ്റേബിൾ ആയിട്ട് 8K 30 frames/second വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഈവൻ 4K 60 frames/second എടുക്കാനായിട്ട് പറ്റും. 8K 30 FPS ഒരു സാമ്പിളാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ 4K 30 FPS സാമ്പിളാണ് ഇത് ഈ കാണുന്നത്. നൈറ്റ് ടൈമിലും ഞാൻ വീഡിയോ എടുത്ത് നോക്കി 4K 60 FPS ഈ കാണുന്നത് നൈറ്റ് ടൈം വീഡിയോ ആണ്. ചില സമയത്ത് ഡയറക്റ്റ് ലൈറ്റ് അടിക്കുമ്പോൾ ഓവർ എക്സ്പോസ് ആവുന്നുണ്ട്. ലൈറ്റ് അടിക്കാത്ത സമയത്ത് നല്ല ഒരു നൈറ്റ് വീഡിയോ തന്നെയാണ് തരുന്നത്. പക്ഷേ ഐക്യുവിന് പാളിയ ഒരു സ്ഥലമുണ്ട്. അത് മിക്കപ്പോഴും പാളാറുള്ളൊരു സ്ഥലവുമാണ് സെൽഫി ക്യാമറ. യെസ്, വിവോയുടെ ആ ഒരു സപ്പോർട്ടും ടെക്നോളജിയൊക്കെ ഉള്ളതുകൊണ്ട് ജനറലി നമ്മൾ സെൽഫി എടുക്കുമ്പോൾ അത്യാവശ്യം പൊട്ടിയൊക്കെ ഇട്ട് ബ്യൂട്ടിഫിക്കേഷനൊക്കെ ചെയ്തിട്ട് കൊള്ളാം എന്ന് തോന്നിക്കുന്ന സെൽഫി ആണെങ്കിലും ഈ ഒരു പ്രൈസിന് ആ ഒരു സെൽഫി ഒരു ഡീസൻ്റ് എന്നേ പറയാൻ പറ്റുള്ളൂ. പ്രൈസിനെന്നല്ല, ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണാണ് എന്ന് പറയുമ്പോൾ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഫോട്ടോ എടുത്ത് നോക്കുന്ന സമയത്ത് ഫ്ലാഗ്ഷിപ്പ് ലെവലല്ല സെൽഫിയിൽ നിന്ന് കിട്ടുന്നത്. എസ്പെഷ്യലി എനിക്ക് ദേഷ്യം വന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ നിങ്ങൾക്ക് 4K പോയിട്ട് 1080p 60 FPS പോലും വീഡിയോ എടുക്കാൻ പറ്റില്ല. 1080p 30 FPS 720p 30 FPS ഒക്കെയാണ് കിട്ടുന്നത്. 1080p 30 FPS യാതൊരു സ്റ്റെബിലൈസേഷൻ പോലും ഇല്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വീഡിയോസാണ് കിട്ടുന്നത്. ഇത്രയും നല്ല ചിപ്സെറ്റ് കൊടുത്തിട്ട് നിർത്തി അങ്ങ് അപമാനിക്കുക. സെക്യൂരിറ്റി വൈസ് ഇതിനകത്ത് ഫേസ് അൺലോക്ക് ഉണ്ട്, ഫാസ്റ്റാണ്. ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണുള്ളത്, അതും ഫാസ്റ്റാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള Wi-Fi 7, അതേപോലെ ടാപ്പ് ആൻഡ് പേ അഥവാ NFC-യുടെ സപ്പോർട്ട് ഉണ്ട്. പിന്നെ ബ്ലൂടൂത്ത് വെർഷൻ 5.4 ഉണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഒരു 5G ഫോണാണ്. ഡ്യുവൽ സിം, രണ്ടിലും 5G ഉണ്ട്. സോ മൊത്തത്തിലുള്ള കാര്യങ്ങളെല്ലാം കൂടി ചേർത്ത് അവസാനം ഒരു കൺക്ലൂഷനിലേക്ക് വരുവാണെങ്കിൽ ആ കൺക്ലൂഷനിൽ എത്തിച്ച പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പ്രൈസിംഗ് ആണ്. അതായത് ഈ ഫോൺ ലോഞ്ച് ചെയ്യുമ്പോൾ അവർ പറഞ്ഞ പ്രൈസിംഗ് എന്ന് പറയുന്നത് 49,999 rupees ആണ്. ഇത് 12GB റാമും 256GB സ്റ്റോറേജിൻ്റെ വേരിയൻറ്റിന് ഒരു രക്ഷയില്ലാത്ത പ്രൈസിംഗ്. ഈ കയ്യിലിരിക്കുന്ന വേരിയന്റ് ഉണ്ടല്ലോ, ഇത് 16GB റാമും 512GB സ്റ്റോറേജ് ഉള്ള വേരിയന്റ്. ഇതിന് തന്നെ 54,999 മാത്രമേ ഉള്ളൂ. ആ ഒരു പ്രൈസിന് കില്ലർ ഫോൺ തന്നെയാണ്. AG ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇത് നോക്കി, വയർലെസ് ചാർജിങ് ഉണ്ടോ നോക്കി. വയർലെസ് ചാർജിങ് ഇല്ല.
സോ വയർലെസ് ചാർജിങ്ങിൻ്റെ ഒരു കുറവ് നമുക്ക് കാണുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഗ്ലാസ് എന്ന് പറയുന്നത് ഗൊറില്ല ഗ്ലാസ് അല്ല, സ്കോട്ട് സെൻസേഷൻ എൻ്റെ ഒരു ഗ്ലാസ് പ്രൊട്ടക്ഷനാണ് നമുക്ക് തരുന്നത്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു പ്രൈസിങ്ങിന് ഈ ഒരു ഫോൺ മേടിച്ച് കഴിഞ്ഞാണ്ടല്ലോ ഡെഫിനറ്റ്ലി റിഗ്രറ്റ് ചെയ്യില്ല. കാരണം ഇത്രയും പെർഫോമൻസ് തരുന്ന വേറൊരു ഫോൺ ഈ പ്രൈസിൽ ഇനി ഇറങ്ങിയാലേ ഇവനെ തോപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. ആ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ iQOO ഒരു ഇനീഷ്യൽ ഇംപ്രഷൻസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യാനും തൊഴിൽ ബെല്ലേക്ക് നോട്ടിഫിക്കേഷൻ ലഭിച്ചാലും മറക്കണ്ട. നമ്മൾക്ക് ഇനി അടുത്ത് കാണാം. ബൈ.